ആശമാർ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോഴും കേന്ദ്രം ആരോഗ്യ മേഖലയിൽ കാണിച്ചുകൂട്ടുന്ന അവഗണനയ്ക്ക് നേരെ കോൺഗ്രസും ബി.ജെ.പിക്കാരും പൂർണ്ണമായും കണ്ണടയ്ക്കുകയാണ്. ഇന്ത്യയുടെ ആരോഗ്യ രംഗത്തെ ആകമാനം തകർത്തു തരിപ്പണമാക്കി വിദേശ മരുന്ന് കമ്പനികൾക്ക് പരീക്ഷണത്തിനും രോഗികളെയും വിട്ടുകൊടുക്കാനുള്ള ഗൂഢലക്ഷ്യമാണ് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിൽ കൃത്യമായ സമയങ്ങളിൽ തസ്തികകളിൽ ആവശ്യത്തിനുള്ള ആളുകൾ ഉണ്ടാകാതിരുന്നാൽ അത് ആരോഗ്യ മേഖലയെ താളം തെറ്റിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആരോഗ്യ മേഖലയിൽ ഇത്രയും വലിയ അനാസ്ഥ കാണിക്കുന്ന കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ ആശമാരെ അങ്ങേയറ്റം സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രം നൽകാനുള്ള തുകയ്ക്ക് വേണ്ടി സമരം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ ക്ഷാമം. പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് A, B, C ഗ്രൂപ്പുകളിലായി വകുപ്പിന് 1486 അനുവദനീയ തസ്തികകളുണ്ട്. അവയിൽ 428 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഗസറ്റഡ് ഓഫീസർമാർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിൽ 16% ഒഴിവുണ്ട്. മിഡ് ലെവൽ തസ്തികകളും ഓപ്പറേഷൻ സ്റ്റാഫും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് B, C എന്നിവയിൽ യഥാക്രമം 27%, 39% ഒഴിവുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. 2023-24 454 തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നാണ് MP രാംഗോപാൽ യാദവിന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ കുടുംബക്ഷേമത്തിനായുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. തീർത്തും നിഷേധാത്മകമായ നിലപാടാണ് ഒഴിവുകൾ നികത്തുന്ന കാര്യത്തിൽ ഈ വർഷങ്ങളിൽ കേന്ദ്രം സ്വീകരിച്ചത്. ഇതിൽ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയത്തോട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ 2 വകുപ്പുകളിലെ എല്ലാ ഒഴിവുകളും UPSC റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി സമയബന്ധിതമായി നികത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. ആരോഗ്യ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സംയോജനം വർദ്ധിച്ചു വരികയാണ്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് സാങ്കേതിക പുരോഗതി ഉണ്ടാകേണ്ടത് നിർണായകമാണെന്ന് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വിപുലീകരിക്കുകയും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും ഡിജിറ്റൽ പ്രാവീണ്യം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനോട് ശുപാർശ ചെയ്തു. എയിംസ് ഉൾപ്പെടെയുള്ള പ്രധാന ആശുപത്രികളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നും കമ്മിറ്റി ശുപാർശയിൽ വ്യക്തമാക്കി. കേരളത്തിലെ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് ഇന്ത്യയുടെ മൊത്തം ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിർത്തിയിരിക്കുന്നതെന്ന് ഓർക്കണം. ആരോഗ്യ മേഖലയിൽ ആവശ്യത്തിന് തൊഴിലാളികൾ ഇല്ല എങ്കിൽ അതൊരു രാജ്യത്തിന്റെ തന്നെ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യത്തെ ഇല്ലാതാക്കുന്ന നിലയിലേക്ക് പല കാര്യങ്ങളെയും കൊണ്ടുവന്നെത്തിക്കും. ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആശാവർക്കർമാരെ ചേർത്ത് പിടിക്കുന്ന സമീപനം കേരള സർക്കാർ കൈക്കൊള്ളുന്നതും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ തരാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതും. ഇതിനൊക്കെ പുറമെ കേരളത്തിലെ പല തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നും ഉദ്യോഗാർത്ഥികളെ അതിലേക്ക് നിയമിക്കുന്നില്ല എന്നുമുള്ള ശക്തമായ ആരോപണങ്ങൾ കോൺഗ്രസും ബി.ജെ.പിയും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കേന്ദ്രത്തിന്റെ വലിയ അനാസ്ഥയ്ക്ക് നേരെ കണ്ണടക്കുകയാണെന്ന കാര്യം കൂടി ഓർക്കണം.